ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അപ്പം നമുക്കിന്ന് നല്ലൊരു കപ്പലണ്ടി കറി തയ്യാറാക്കിയാലോ. കടലക്കറി എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലേ? കപ്പലണ്ടി കറി ആദ്യമായിട്ടായിരിക്കും കേൾക്കുക അല്ലേ? കടലക്കറിനേക്കാളും ടേസ്റ്റിലും വളരെ എളുപ്പത്തിലും നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു കപ്പലണ്ടി കറിയാണ് ഞാൻ ഇന്ന് തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ പീനട്ട്സ് വെച്ചിട്ട് തയ്യാറാക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ആരോഗ്യത്തിനും വളരെ നല്ലതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കണമെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനും കണ്ടോളൂ കേട്ടോ. നമുക്കിഷ്ടമുള്ള എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന ഈ കപ്പലണ്ടി കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാമോ? അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 250 ഗ്രാം കപ്പലണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് പച്ച കപ്പലണ്ടിയാണ് കേട്ടോ, വറുക്കാത്ത കപ്പലണ്ടി. ഇത് നമുക്ക് മാർക്കറ്റിൽ ധാരാളമായിട്ട് വാങ്ങാൻ കിട്ടും, പാക്കറ്റിൽ വാങ്ങാനൊക്കെ കിട്ടും കേട്ടോ. ഇത് വറുക്കാത്ത പച്ച കപ്പലണ്ടി ഞാനതൊരു 1/4 കിലോയോളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ കുതിർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതപ്പം തന്നെ നമുക്ക് കഴുകി വൃത്തിയാക്കി കുക്കറിലിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ 2-3 പ്രാവശ്യം കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം, ഏതാണ്ട് ഒരു 3-4 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് പ്രഷർ കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഒരു 4 കപ്പോളം വെള്ളം ഞാനിതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ നമ്മുടെ കപ്പലണ്ടിയിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഈ കുക്കർ അടച്ച് വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ആദ്യം നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് പ്രഷർ വരുമ്പോഴേക്കും തീ ഒന്ന് കുറച്ച് വെച്ച് ഒരു 8 വിസിൽ വരെ അടുപ്പിച്ചെടുക്കുമ്പോഴേക്കും നമ്മുടെ ഈ കപ്പലണ്ടി നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഈ കപ്പലണ്ടി വേകുന്ന സമയം കൊണ്ട് നമുക്കിതിനാവശ്യമുള്ള ഒരു അരപ്പൂടെ തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 1 മുറി തേങ്ങ തിരിവെടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ വറുത്തിട്ടൊന്നുമല്ല അരയ്ക്കണം, പച്ചയ്ക്കാണ് ഈ കറിക്ക് അരച്ചെടുക്കേണ്ടത്. 1 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ 1 സ്പൂൺ മല്ലിപ്പൊടിയും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. പിന്നെ ഇതിൽ നമ്മൾ ചേർക്കാനുള്ളത് 1/2 ടീസ്പൂണോളം പെരിഞ്ജീരക പൊടിയാണ്. പെരിഞ്ജീരകം പൊടിയായിട്ടില്ലെങ്കിൽ മുഴുവൻ പെരിഞ്ജീരകം ചേർത്താലും മതി കേട്ടോ. പക്ഷേ പെരിഞ്ജീരകം ഉണ്ടെങ്കിൽ ചേർക്കുക തന്നെ വേണം, എങ്കിൽ കറി നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് ഈ കറി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഏതാണ്ട് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നു. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് സ്മോൾ സ്പൈസസ് ഇട്ട് കൊടുക്കാം നമുക്ക്. അതിനായിട്ട് ഒരല്പം പട്ട, 2 ഏലക്കായ, ഒരു 3 ഗ്രാമ്പു, ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് താളിച്ച് കൊടുക്കണം. ഈ സ്പൈസസിൻ്റെ മണമൊക്കെ എണ്ണയിലേക്ക് ഇറങ്ങി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 5-6 കഷ്ണം വെളുത്തുള്ളിയും കൂടെ ചേർത്ത് ചതച്ചെടുക്കുമ്പോൾ നമുക്ക് 1 ടേബിൾ സ്പൂൺ ഉണ്ടാവും കേട്ടോ. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പച്ചമണം ഒന്ന് മാറാനായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഏതാണ്ട് 1-2 മിനിറ്റിനുള്ളിൽ തന്നെ ഇതിൻ്റെ പച്ചമണം മാറിക്കിട്ടും. ഇനി ഇതിലേക്ക് നമുക്ക് 2 മീഡിയം സൈസ് സവാള എടുത്തിട്ട് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഈ സവാളയും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി ഈ സവാള പെട്ടെന്നൊന്ന് വേണ്ടി വരാനായിട്ട് നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇച്ചിരി മാത്രം ചേർത്താൽ മതിയാവും, കാരണം നമ്മൾ കടല വേവിക്കുമ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇതിപ്പോൾ സവാള വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഇപ്പോൾ സവാള ദേ നോക്കി ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്, അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കണം. ഇനി ഈ തക്കാളിയും ഉള്ളിയും കൊണ്ട് നന്നായിട്ടൊന്ന് വഴണ്ടി വരട്ടെ. അതിനായിട്ട് നമുക്കൊരു 2-3 മിനിറ്റത്തേക്ക് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇത് നന്നായിട്ട് വഴണ്ടി വരും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റത്തേക്ക് നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഏതാണ്ട് ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. ഇതിനൊക്കെ നമ്മുടെ ഉള്ളിയും തക്കാളിയും ഒക്കെ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വഴണാനായിട്ട് വെച്ചിരുന്ന സമയത്ത് ഞാൻ നേരത്തെ എടുത്ത് വെച്ചിരുന്ന തേങ്ങ മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. ഈ അരപ്പും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ ഉള്ളിയും തക്കാളിയും നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങായിൻ്റെ അരപ്പും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് തേങ്ങ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ ഒരല്പം പെരിഞ്ജീരകം കൊണ്ട് ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തതാണ്. ഈ അരപ്പും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 1-2 മിനിറ്റ് നമ്മളൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ. കാരണം നമ്മൾ പച്ചയ്ക്ക് ചതച്ചെടുത്ത മസാലയാണല്ലോ, അപ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറാനായിട്ട് 1-2 മിനിറ്റത്തേക്ക് ഒന്ന് ഇതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. 1-2 മിനിറ്റിനുള്ളിൽ തന്നെ അതിൻ്റെ പച്ചമണമൊക്കെ മാറി കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്ന മിക്സി ജാറിലേക്ക് 1 കപ്പ് വെള്ളം കൂടെ ചേർത്ത് അതും നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒരല്പം കുറച്ച് ചേർത്താൽ മതിയാവും, കാരണം
നമ്മൾ കപ്പലണ്ടി വേവിച്ചത് ആ വെള്ളത്തോട് കൂടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിനാവശ്യത്തിനുള്ള വെള്ളം ഉണ്ടാകും. അതുകൊണ്ട് ഒരല്പം വെള്ളം ഇപ്പോൾ ചേർത്ത് കൊടുക്കുക. വേണമെങ്കിൽ പിന്നീട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ അരപ്പ് നന്നായിട്ടൊന്ന് തിളച്ച് വരണം കേട്ടോ. നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം മാത്രമേ നമ്മളിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പലണ്ടി ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. ഇതേണ്ട അരപ്പൊക്കെ ഒന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പലണ്ടി അതിൻ്റെ വെള്ളത്തോടു കൂടി തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കപ്പലണ്ടി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഈ കറിന് ആവശ്യത്തിനുള്ള ഉപ്പുണ്ടോയെന്ന് ഈ സമയത്തിൽ വേണമെങ്കിൽ നോക്കിയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് നമ്മൾ കപ്പലണ്ടി വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്തിരുന്നത് കൊണ്ട് ആവശ്യത്തിന് ഉപ്പ് ഇതിലുണ്ട്. ഇപ്പോൾ വേണ്ട ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം മൂടി വെച്ച് ഏതാണ്ട് ഒരു 10 മിനിറ്റോളം നമുക്ക് വേവിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. അപ്പോഴേ ഈ കപ്പലണ്ടിയിലേക്ക് നമ്മുടെ മസാലകളൊക്കെ പിടിച്ചു വരത്തുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ ഇത് നമുക്ക് ഒന്ന് മൂടി വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റോളം ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ കപ്പലണ്ടിയിലേക്ക് നമ്മുടെ മസാലയൊക്കെ പിടിച്ചിട്ട് കറി ഒന്നുകൂടെ ഒന്ന് കുറുകി വരും കേട്ടോ. അപ്പോൾ ഏതാണ്ട് ഒരു 10 മിനിറ്റോളം നമ്മളൊന്ന് മൂടി വെച്ച് കൊടുക്കുക. ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കുകയും വേണം കേട്ടോ. അപ്പോൾ ഏതാണ്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കപ്പലണ്ടി കറി തയ്യാറായിട്ടുണ്ട്. ഇത് നോക്കി, നന്നായിട്ട് നല്ല ടേസ്റ്റിലൊരു കപ്പലണ്ടി കറി തയ്യാറായിട്ടുണ്ട്. കടലക്കറീനെക്കാട്ടിലും ടേസ്റ്റിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണിത്. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഒക്കെ പറ്റിയ നല്ലൊരു കറി. ഇതുവരെയും ഇതുപോലൊരു കറി നിങ്ങൾ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ തയ്യാറാക്കി നോക്കുമെന്ന് എനിക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. നമ്മുടെ ടേസ്റ്റി കപ്പലണ്ടി കറിയോട് തയ്യാറായിട്ടുണ്ട്. ഇനിയിപ്പോൾ അവസാനം നമുക്കിതിലേക്ക് ഒരല്പം പച്ചക്കറിവേപ്പിലോട് ചേർത്ത് കൊടുക്കാം. ഈ പച്ചക്കറിവേപ്പില അവസാനം ചേർത്ത് കൊടുക്കുമ്പോൾ അതിന് മണം കൂടി ഈ കറിയിലേക്ക് ഇറങ്ങിയിട്ട് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അവസാനം ഒരല്പം പച്ചക്കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നമ്മുടെ ടേസ്റ്റി ആൻഡ് ഹെൽത്തി കപ്പലണ്ടി കറി ഇതേ തയ്യാറായിട്ടുണ്ട്. എന്തിൻ്റെ കൂടെയും നമ്മൾ കടലക്കറി കൂട്ടി കഴിക്കുന്ന എന്തിൻ്റെ കൂടെയും നമുക്കിതും ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. പുട്ടിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ദോശൻ്റെ കൂടെയും ഇഡ്ഡലിൻ്റെ കൂടെയും എല്ലാത്തിൻ്റെ കൂടെയും പൊറോട്ട ചപ്പാത്തി എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണിത്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും ഇതുപോലുള്ള ഈസി സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഡിഷസുമായിട്ട് വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് LK's നാടൻ അടുക്കള.